ഹായ് ഗൈസ്, ലെറ്റ്സ് എക്സ്പ്ലോർ വിത്ത് അജയ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കല്ലാറ്, മൂന്നാറിന് ഏകദേശം ഒരു 15 കിലോമീറ്റർ ബാക്കിൽ, അടിമാലിയിൽ നിന്ന് മൂന്നാറിലേക്ക് യാത്ര ചെയ്യുന്ന വഴിക്ക്. കല്ലാറിനെ ഏറ്റവും മനോഹരമാക്കുന്നത് ഇവിടെ അടുത്തുള്ള ഒരു വെള്ളച്ചാട്ടമാണ്. ഇതാണ് ഇവിടുത്തെ ഏറ്റവും കാഴ്ചക്കാരുടെ ഒരു ഇഷ്ടസ്ഥലം, ഇവിടുത്തെ ഒരു വ്യൂ പോയിൻ്റ് എന്ന് പറയാം. നമ്മളിപ്പോൾ പോകുന്ന കല്ലാറിലെ വെള്ളച്ചാട്ടത്തിനോട്ടാണ്. ഇവിടെ ഒരു ഡിസംബർ മാസത്തൊക്കെ ഭയങ്കര തണുപ്പായിരിക്കും. ടൂറിസ്റ്റുകൾ ധാരാളമായി യാത്ര ചെയ്യുന്ന വഴിയാണ്. ഇപ്പം നമുക്ക് രണ്ട് വഴികളുണ്ട്. ഇരുട്ടുകാനത്ത് നിന്ന് അടിമാലി മൂന്നാർ ഗ്യാപ്പിൽ ഇരുട്ടുകാനത്ത് നിന്ന് വെച്ച് വഴി രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. ആ രണ്ട് വഴികളും 2-ാം മൈലിൽ വെച്ച് ജോയിൻ്റ് ആവുന്നു. ഇവിടുത്തെ ഏറ്റവും വലിയ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഈ ഇത്തരം അഡ്വഞ്ചറസ് സ്പോർട്സിന് വേണ്ടിയുള്ള ജീപ്പുകളാണ്. അവരെ ജീപ്പ് സഫാരി ഏറ്റവും കൂടുതൽ പ്രൊവൈഡ് ചെയ്യുന്നൊരു സ്ഥലമാണ് ഇവിടെ. ഒരുപാട് കാഴ്ചക്കാർ ഇവിടെ വരുന്നതാണ്. ഇതാണ് കല്ലാറിലെ അതിപ്രശസ്തമായ വെള്ളച്ചാട്ടം. മൂന്നാറിലോട്ട് പോകുന്ന യാത്രക്കാരെ ഏറ്റവും കൂടുതൽ നയനമനോഹരമായി കാണാൻ സാധിക്കുന്ന ഒരു വെള്ളച്ചാട്ടമാണ്. ഇപ്പം വേനലായതുകൊണ്ട് ഇവിടെ വെള്ളമെല്ലാം വറ്റി വരുന്നുണ്ട്. മഴക്കാലത്ത് വളരെ സമൃദ്ധമായ വെള്ളച്ചാട്ടമാണ് ഇവിടെയുള്ളത്. ഇവിടെ എന്താ പുതുതായിട്ടൊരു ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റ് കാര്യങ്ങൾ വരാൻ പോകുന്നു. അതിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ കാണുന്നതാണ് വെള്ളച്ചാട്ടം. നമുക്ക് ആ സ്ഥലത്തോട്ട് പോകാൻ നോക്കാം. ഇവിടെ ഏറ്റവും കൂടുതൽ കാണുന്നത് ഇത്തരം ജീപ്പ് സഫാരിക്കായിട്ടുള്ള കുറേ ജീപ്പുകളുടെ സൈൻ ബോർഡും ഇത്തരം ജീപ്പ് സഫാരി അറേഞ്ച് ചെയ്യുന്ന ഓഫീസും കുറേ ഓഫ് റോഡിങ് ജീപ്പുകളും ഇവിടെ കാണാൻ പറ്റും. ഇവർ ഏകദേശം ഒരു 3000 രൂപ അടുത്താണ് ചാർജ് ചെയ്യുന്നത് ഒരു കപ്പിളിന്. ഇവിടുത്തെ ഏകദേശം ഒരു എൻട്രി ഇല്ലയെന്ന് തോന്നുന്നു. ഇതാണ് കല്ലാറിലെ ടൗൺ. നമ്മളിപ്പോൾ ഏകദേശം കല്ലാർ ടൗണിനോട് അകന്നു. ഇവിടെ നല്ല ബെൻസും BMW ഒക്കെ ഒത്തിരി വരുന്ന സ്ഥലമാണ്. കല്ലാറിൽ ഇപ്പോൾ എന്തോ പുതിയൊരു ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റ് നടക്കുകയാണ്. അതുകൊണ്ട് നമുക്കിപ്പോൾ അങ്ങോട്ടുള്ള വെള്ളച്ചാട്ടത്തിന് അങ്ങോട്ടുള്ള എൻട്രി ലഭ്യമല്ല. നമുക്ക് എൻട്രി അലൗഡ് അല്ല. ഇതാണ് അവിടുത്തെ 2 ജീപ്പുകാരൻ ചേട്ടന്മാർ. വളരെ ഫ്രണ്ട്ലിയാണ് അവർ. ഗസ്റ്റുകളോടൊക്കെ വളരെ നീറ്റായിട്ട് ബിഹേവ് ചെയ്യുന്ന വളരെ വെൽക്കമിങ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. ഇതേ ഒരു തിരുവനന്തപുരം KSRTC പോകുന്നു. കല്ലാറിൽ നിന്ന് നമ്മൾ താഴത്തെ കല്ലാറിൽ നിന്ന് മേളിലോട്ട് നടക്കുകയാണെങ്കിൽ ഇവിടെ നല്ല അടിപൊളി സ്കൂളുണ്ടെന്നാണ് പറയുന്നത്. ആ സ്കൂളിലോട്ട് ഇപ്പം പോയി നോക്കാം. അവിടെ കാണുന്നതാണ് കല്ലാറിൽ ഏറ്റവും ഒരു സീനിക്കായിട്ടുള്ള മലയാണ് കാണുന്നത്. നല്ല രസമാണ് അത് കാണാൻ. ഇവിടെ ധാരാളം ടൂറിസ്റ്റുകൾ, ഒരുപാട് ചെറുപ്പക്കാർ വരുന്നുണ്ട്. കോളേജ് ബോയ്സ്, ഗേൾസ്. हाय, आप कहाँ से आते हो? कहाँ? असम?
മധ്യപ്രദേശ്. ഇപ്പം നമ്മൾ പോകുന്നത് കല്ലാർ ഗവൺമെൻറ് ഹൈസ്കൂൾ വരെയാണ്. അവിടെ എന്താ ഉള്ളതെന്ന് പോയി കണ്ടു നോക്കാം. ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഇവിടെ ഒരു അവധി ദിവസമാണ്. കൂടുതൽ ഇവിടെ ടൂറിസ്റ്റ് മേഖലയാണ്. പിന്നെ ഇന്നത്തെ ദിവസം ഇവിടെ തിരക്ക് ഭയങ്കര കുറവാണ്. എപ്പോഴും നല്ല വണ്ടിത്തിരക്കുള്ള മേഖലയാണ്. ഇവിടെ ധാരാളം അന്യസംസ്ഥാന തൊഴിലാളികൾ ജോലിക്ക് വരുന്നൊരു സ്ഥലവും കൂടിയാണ് കല്ലാറ്. തേയിലത്തോട്ടത്തിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർ, ചെറിയ ഷോപ്സിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർ, കൂടുതലും ഹോം സ്റ്റേസിൻ്റെ ഒരു ഏരിയ ഉള്ള ഒരു സ്ഥലമാണ് കല്ലാർ. നമുക്കൊരു ചേട്ടനാണ് ഇപ്പം വഴി കാണിച്ചു തന്നെ എൻ്റെ സ്കൂളിലോട്ട് പോകാനുള്ള. ലെറ്റ്സ് ഇവിടെ ഉൾനാടൻ മേഖലയിലുള്ള തോട്ടം മേഖലയിലുള്ള സ്കൂളിലോട്ടാണ് നമ്മൾ വന്നത്. ഇതിന് ചുറ്റും ഏലത്തോട്ടവും മറ്റു കാര്യങ്ങളുമാണ്. എന്നാൽ ഒത്തിരി പഴയതും അല്ലാത്തൊരു സ്കൂൾ. ഒരു കോൺക്രീറ്റ് റോഡ്, വഴി വലിയ കുഴപ്പമില്ല. GHSS കല്ലാർ വട്ടിയാർ എന്ന് എഴുതി വെച്ചിരിക്കുന്ന സ്ഥലം. തിരക്കേടില്ല. വളരെ തണുത്തൊരു മേഖലയാണ്, നല്ല തണുപ്പുള്ളൊരു മേഖലയാണ് ഈ ഏരിയ. ഇവിടെ ദൂരെ ഒരു പള്ളി കാണാം. ആ പള്ളിയുടെ ഭാഗത്തോട്ട് എന്നെ ഒരു ഓട്ടോയ്ക്ക് വന്ന ചേട്ടൻ എന്നെ അങ്ങോട്ട് കൊണ്ടുപോയായിരുന്നു. നല്ല വ്യൂ ആണ് ഇവിടെ. ലെറ്റ്സ് സീ. സൺഡേ ആയതുകൊണ്ട് ഇവിടെ പിള്ളേരൊന്നും ഇല്ല. അവിടെ കുറച്ച് ബോയ്സ് അവിടെ എന്തോ സംസാരവും കാര്യമായിട്ടിരിക്കുന്നു. സ്കൂൾ ഗ്രൗണ്ടിൽ നിന്നുള്ള തിരിച്ച് യാത്രയാണ്. നമ്മളിപ്പോൾ രണ്ടുമൂന്ന് നല്ല അടിപൊളി പിള്ളേരെ കണ്ടു. നല്ല അടിപൊളി പിള്ളേർ. അവർ രണ്ടുമൂന്ന് പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ കുത്തുകയറ്റം കാരണം ചേച്ചിമാർ വരുന്നു. ഇതാണ് സ്കൂളിൽ നിന്ന് നമ്മൾ എക്സിറ്റ് ആകുകയാണ്. ഇനി അടുത്ത മൂന്നാറിലോട്ട് യാത്ര.
തിരിക്കുക. അപ്പോൾ ഒരു KSRTC ജസ്റ്റ് മിസ്സായി. കാണുന്നൊരു ഹോം സ്റ്റേ ആണെന്ന് തോന്നുന്നു. ഇവിടെ മൊത്തം റോഡ് പണി നടക്കുകയാണ്. നാഷണൽ ഹൈവേയുടെ വീതി കൂട്ടുന്നുണ്ട്. നിറയെ അന്യസംസ്ഥാന തൊഴിലാളികളും ടിപ്പറും മറ്റ് JCB ക്രെയിൻസ് അവിടെ കംപ്ലീറ്റ് ഉള്ളത്. ഇപ്പോൾ ഒക്കെ ഇത് ചുറ്റിനും സമൃദ്ധമായ ഏലത്തോട്ടമാണ്. കൂടുതലും അന്യസംസ്ഥാന തൊഴിലാളികൾ ഈ തോട്ടത്തിലെ സ്റ്റാഫുകളാണ്. ഇതാണ് ടൂറിസം മേഖലയിലെ കൺസ്ട്രക്ഷൻ വർക്ക് എന്ന് പറയുന്നത്. ഏത് സമയവും ഇവിടെ മറ്റേ ഗസ്റ്റുകളെയും കൊണ്ടുള്ള ടാക്സിയും കാര്യങ്ങളുമാണ്. ഇതാണ് കല്ലാറിൻ്റെ രണ്ടാമത്തെ ടൗൺ. ഇവിടെ നിന്നാണ് മാങ്കുളത്തിന് തിരിയുന്നത്.